മഷി നോക്കി അരിച്ചു പറക്കിയിട്ടും വീണ ജോർജിനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ CCTV ദൃശ്യങ്ങളൊന്നും തന്നെ പോലീസിന് ഇതുവരെ ലഭ്യമായിട്ടില്ല. എങ്കിലും 5 KSU പ്രവർത്തകരുടെ പേരിൽ വധശ്രമത്തിന് കേസെടുത്ത് ആ 5 പേരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ വധശ്രമത്തിന് കേസെടുത്ത സംസ്ഥാന പോലീസ് ആഭ്യന്തര വകുപ്പ് ഒരു പാവപ്പെട്ട 53കാരനെ ഒരു തിരുമേനിയും 2 ഗുണ്ടകളും, പലിശ ഗുണ്ടകളും, കൊള്ളപ്പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഗുണ്ടകളും ചേർന്ന് ചവിട്ടിക്കൂട്ടി കൊന്നപ്പോ എവിടെ പോയിരുന്നു എന്ന് ചോദിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. നമസ്കാരം. ഞാനൊരു പാർട്ടിക്കാരനോ പാർട്ടി രീതിയിലോ ഒന്നുമല്ല, ഞാനൊരു വ്യക്തിയായിട്ടുള്ള രീതിയിൽ പറഞ്ഞു. കഴിഞ്ഞ വൃശ്ചികത്തിൽ ഒരു പ്രസിഡന്റ് എന്ന് പറഞ്ഞൊരു ചേട്ടനെ ഇവിടെ ദൂരമായ രീതിയിൽ അടി കൊടുത്തതും ഞാൻ എൻ്റെ കണ്ണിന് മുമ്പിൽ ഞാൻ കണ്ടതാണ്. ആ പാമ്പടിച്ചനിപ്പം ഈ ഭൂമിയിലില്ല, അവർ മരിച്ചുപോയി. ഒരു വട്ടമല്ല, 2 വട്ടമല്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ കൊണ്ടുകിടന്ന് നല്ല രീതിയിൽ അടി കൊടുത്തതാണ്. ഇതിനകത്ത് എന്തെങ്കിലും സർക്കാർ രീതിയിലോ അല്ല നിയമത്തിൻ്റെ രീതിയിലോ എന്തെങ്കിലും ഒരു നടപടി കാര്യങ്ങൾ നിങ്ങൾ തീരുമാനം വെക്കണം. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഈ ഓച്ചറ അമ്പലത്തിൽ ഭയങ്കര ഗുണ്ടായുടെ രീതിയിലും വിളയാട്ടും കാര്യങ്ങളെല്ലാം നടക്കും. കാര്യം ആരോരും ഇല്ലാത്തവരൊക്കെ വന്ന് ഈ ഈ സന്നിധിയിൽ വന്ന് കിടക്കുന്നുണ്ട്. അവർക്ക് ആർക്കും ഒരു ദോഷമില്ലാത്ത രീതിയിൽ പോകണമെന്ന് ഒരാഗ്രഹം എൻ്റെ നിറഞ്ഞ മനസ്സോടെ ഞാൻ പറയുന്നു. വരും പോവും കാര്യങ്ങളല്ല, അത് ഒരു നിയമത്തിന് മുമ്പ് ഞാൻ പറയുന്നത്. ഞാൻ വലിയവനല്ല, താഴ്മയായിട്ട് ഞാൻ പറയുന്നത്. ഒരു ക്ഷേത്രം ഈ കാര്യത്തിൽ ഈ പാമ്പടിച്ചതിനെ കഷ്ടം, അയാളെ 3 റൗണ്ടാണ് അടിച്ചത്. ഈ അടിയെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഞാൻ ഈ അടി കിടക്കുമ്പോഴല്ല ഞാൻ എൻ്റെ കണ്ണിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ ബോട്ടിൽ ഞാൻ മത്സ്യത്തൊഴിലാളിയാണ്, ഞാൻ ജോലിക്കും കാര്യങ്ങളെല്ലാം പോയി വന്നപ്പോഴാണ് ഈ പുള്ളി മരിച്ചെന്നും കാര്യങ്ങളെല്ലാം അറിഞ്ഞത്. അപ്പോൾ ഈ കേസും കാര്യങ്ങളെല്ലാം എന്തുവാന്ന് വെച്ചാൽ ഞാൻ ഏത് കോടതിയിലും വന്ന് ഞാൻ പറഞ്ഞു. കൊല്ലപ്പെട്ടത് പ്രസന്നൻ എന്ന 53കാരൻ ഒരു ചായക്കട തൊഴിലാളിയാണ്. ചിലപ്പോൾ നിങ്ങൾ ഓച്ചിറ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ പ്രസന്നൻ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ കണ്ടിരിക്കും. ഞാനിപ്പോൾ കാണിക്കുന്നത് അദ്ദേഹം ആശുപത്രിയിൽ കിടക്കുന്ന ഫോട്ടോഗ്രാഫ്സ് ആണ്. ഇക്കഴിഞ്ഞ ഡിസംബർ 12 പ്രസന്നൻ ആക്രമിക്കപ്പെട്ടു. സംഭവം മറ്റൊന്നുമില്ല, പ്രസന്നൻ പരബ്രഹ്മ ക്ഷേത്രത്തിന് സമീപത്തുള്ള കടകളിൽ അല്പസ്വല്പം സഹായിയായി ജോലി ചെയ്യുന്ന ആളാണ്. അവിടെ പൂജാ സാമഗ്രികൾ വിൽക്കുന്ന കടകളിൽ, അതുപോലെ ജയ സ്റ്റുഡിയോ എന്ന് പേരുള്ള ഒരു സ്റ്റുഡിയോയിൽ, പിന്നെ ഏതെങ്കിലുമൊക്കെ ചായക്കടകളിലൊക്കെ ഈ പ്രസന്നനെ നിങ്ങൾ അവിടെ കണ്ടിരിക്കും. ഈ പ്രസന്നന് ഡിസംബർ 12 ആക്രമണത്തിന് ഇരയായത്. എന്താണ് ആക്രമണത്തിന് കാരണം? എന്തായിരുന്നു ആ സംഭവം? ആ സംഭവങ്ങളിലേക്ക് ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കാരണം ഇല്ലാത്ത കാര്യത്തിന് പോലും വധശ്രമത്തിന് കേസെടുക്കുന്ന പോലീസ് ഒരു സാധാരണക്കാരായ മനുഷ്യനെ ചവിട്ടി കൊലപ്പെടുത്തിയ കേസിൽ ഇതുവരെ ഇത്രയും ദിവസമായിട്ടും ഒരു ചെറുവിരൽ അനക്കുകയോ ഒരു പ്രതിയെയെങ്കിലും അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ വേദനയുണ്ട് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് എന്ന് ചുരുക്കം. ഡിസംബർ 12 ജയ സ്റ്റുഡിയോ നടത്തുന്ന മോൻകുട്ടന് മറ്റൊരു പേരുണ്ട്. മോൻകുട്ടന് കുറച്ചു നാളായി മാനസിക ആസ്വാസ്ഥ്യ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ചികിത്സ തുടരുന്ന വ്യക്തിയാണ്. ഇയാൾ ശങ്കരൻ എന്ന് പറയുന്ന കൊള്ളപ്പലിശക്കാരനിൽ നിന്ന് പൈസ കടം വാങ്ങിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ചെറിയ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ അവരുമായി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ശങ്കരൻ മോൻകുട്ടനെ വന്ന് ഭീഷണിപ്പെടുത്തി പോയതിനു ശേഷം മോൻകുട്ടൻ ശങ്കരന് പരബ്രഹ്മ ക്ഷേത്രത്തിന് മുന്നിലുണ്ടായിരുന്ന തേങ്ങാ വിൽപ്പന സ്റ്റോളുണ്ട്, അത് പോയി തട്ടിത്തെറിപ്പിച്ച് കളയുന്നുണ്ട്. മോൻകുട്ടൻ ചെയ്തത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണ്. അയാളെ അത്രമാത്രം ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാകാം മാനസികാസ്വാസ്ഥ്യത്തിന് ചികിത്സയിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പോയി ചെയ്തത്. എന്നാൽ ഈ ശങ്കരൻ എന്താണ് ചെയ്തത്? ശങ്കരൻ ഈ മോൻകുട്ടനെ ആക്രമിക്കുന്നു. മോൻകുട്ടനെ ആക്രമിക്കുന്നത് കണ്ടപ്പോ ഈ പ്രസന്നൻ ഓടിയെത്തുന്നു. അടുത്ത കടയിൽ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ നിൽക്കുമ്പോഴാണ് പ്രസന്നൻ ഈ മോൻകുട്ടൻ ആക്രമിക്കപ്പെടുന്നത് കാണുന്നത്. ഉടനെ പ്രസന്നൻ ഓടിയെത്തി വഴക്ക് വേണ്ട എന്ന് പറയുന്നു. ഇതിനിടയിൽ ആ ഗണപതി തറയിലെ ഒരു പൂജാരിയുണ്ട്, ഒരു തിരുമേനിയുണ്ട്. ആ തിരുമേനി വന്നിട്ട് എന്ത് ചെയ്യുന്നു? തിരുമേനി വന്ന് അടിക്കുകയാണ്, മോൻകുട്ടനെ അടിക്കുന്നു, ഒപ്പം പ്രസന്നനെയും അടിക്കുന്നു. തിരുമേനിക്ക് ഇതിന്റെ വല്ല കാര്യവുമുണ്ടോ? തിരുമേനിക്ക് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തിരുമേനി ഈ ശങ്കരന്റെ ഒക്കെ പിടിച്ചുവെപ്പുകാരനാണ്. ശങ്കരൻ കൊള്ളപ്പലിശക്കാരനാണല്ലോ. അങ്ങനെ ഈ തിരുമേനി പ്രസന്നനെയും മോൻകുട്ടനെയും ആക്രമിക്കും.
അതിനുശേഷം എന്താണ് ചെയ്തത്? പ്രസന്നൻ പോയി, പിരിഞ്ഞുപോയി, മോൻകുട്ടൻ പോയി. ഈ അടിയുടെ ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ ശങ്കരൻ പോയി തൊട്ടടുത്തുള്ള ഓച്ചിറ പോലീസിൽ പരാതിയും കൊടുക്കുന്നു. എന്താണ്? ശങ്കരനെ മോൻകുട്ടനും പ്രസന്നനും മർദ്ദിച്ചു എന്നാണ് പരാതി. ശങ്കരൻ ആ പ്രദേശത്തെ അറിയപ്പെടുന്ന ഗുണ്ടയും കൊള്ളപ്പലിശക്കാരനുമാണ്. ഈ സാധാരണക്കാർ വിചാരിച്ചാൽ അയാളെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പോലീസിനും അറിയാം. പക്ഷേ പോലീസ് കേട്ടപാടെ വന്ന പ്രസന്നനെയും മോൻകുട്ടനെയും കസ്റ്റഡിയിലെടുത്തു. വൈകുന്നേരം 7 മണി വരെ കസ്റ്റഡിയിൽ ഇരുത്തിയ ശേഷം ഇവരെ പറഞ്ഞു വിട്ടു. 7 മണിക്ക് ശേഷം ഈ കടയിൽ പൂജാ സാമഗ്രികൾ വിൽക്കുന്ന കടയ്ക്ക് സമീപം നിന്ന പ്രസന്നനെയും അതുപോലെ തന്നെ ഈ മോൻകുട്ടൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയും എന്ത് ചെയ്യുന്നു? ഈ ശങ്കരന്റെ മകൻ വിഷ്ണു ബുള്ളറ്റിൽ വന്ന് ചവിട്ടി തള്ളിയിടുന്നു. മോൻകുട്ടനെ ആ സമയത്ത് മർദ്ദിച്ചില്ല. മോൻകുട്ടൻ ആ സമയത്ത് മാറിക്ക എന്തോ ഭാഗ്യമുണ്ട്, മോൻകുട്ടന് മർദ്ദനം പറ്റില്ല. പക്ഷേ നിലത്തു വീണ പ്രസന്നനെ ഇയാൾ ചവിട്ടിക്കൂട്ടി. ഇയാളുടെ താടിയെല്ലാം പൊട്ടുമാറ് അടിച്ചു. അവസാനം എന്താണ്? ഇത് കണ്ടിട്ട് വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് ആ കടയുടെ ഉടമസ്ഥയായ ഒരു സ്ത്രീ, പാവം സ്ത്രീ, സിന്ധു എന്നാണ് അവരുടെ പേര്, അവര് ഓടി ഓച്ചിറ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി. അവിടെ കടയുടെ മുന്നിൽ വഴക്ക് നടക്കുന്നു. എന്റെ കടയിലെ സാധനങ്ങളൊക്കെ എടുത്ത് കളയുന്നു, ഒന്ന് ഓടി വരണമെന്ന്. പോലീസ് നിങ്ങളുടെ പണി നോക്കൂ എന്ന് പറഞ്ഞ് ആ സ്ത്രീയെ ശകാരിച്ചോടിക്കുന്നു. പിന്നീട് എന്തോ മനസ്സരിവ് തോന്നി പോലീസ് 2-3 പോലീസുകാർ വന്ന് തിരക്കിയപ്പോ പ്രസന്നൻ എണീറ്റ് നിൽക്കുന്നുണ്ട്. പ്രസന്നൻ അല്പം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രസന്നൻ ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് മൈൻഡ് ചെയ്തില്ല. അയാളെ അവിടെ ഉപേക്ഷിച്ച് ആശുപത്രിയിൽ എത്തിക്കാതെ പോലീസ് ഈ അടികൊണ്ട് നിൽക്കുന്ന ഈ വ്യക്തിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പോലും തയ്യാറാകാതെ ഓച്ചിറ പോലീസ് അവിടെ നിന്ന് പോകുന്നു. ഇത് നടക്കുന്നത് ഡിസംബർ 12-ാം തീയതിയാണ് എന്ന് ഓർക്കണം. വൃശ്ചിക വിളക്കൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ നല്ല തിരക്കുള്ള സീസണാണ്. വൃശ്ചിക മാസത്തിൽ ഓച്ചിറ അമ്പലത്തിൽ നല്ല തിരക്കാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇനിയാണ് സംഭവങ്ങളുടെ ക്രൂരമായ മുഖം, പോലീസിന്റെ ക്രൂരതയുടെ മുഖം തെളിയുന്നത് ഇനിയാണ്. ഈ പാവപ്പെട്ട പ്രസന്നൻ ഈ സിന്ധു എന്ന് പറയുന്ന സ്ത്രീയുടെ ഒരു ബന്ധു വീട്ടിലാണ്, കായംകുളത്തുള്ള ഒരു ബന്ധു വീട്ടിലാണ് താമസിക്കുന്നത്. പ്രസന്നന് കുടുംബമില്ല. 14 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ പിരിഞ്ഞു പോയതാണ്. അപ്പോ പ്രസന്നൻ ഈ വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ ബോധക്ഷയം വന്ന് വീഴുന്നു. എങ്ങനെ? അത്രമാത്രം അടി കൊണ്ടിട്ടുണ്ട്, നടുവ് പൊട്ടിയിട്ടുണ്ട്. ഇതൊക്കെ പിന്നീട് അറിയുന്നത് കായംകുളം പോലീസ് പറയുമ്പോഴാണ്. കായംകുളം പോലീസിന് അനോണിമസ് കോൾ ലഭിക്കുന്നു, ഇങ്ങനെ ഒരാൾ റോഡിൽ കിടക്കുന്നു. ഉടനെ പോലീസ് ഇയാളെ എടുത്ത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് അവിടെ നിന്ന് കായംകുളത്ത് നിന്ന് കായംകുളം പോലീസ് ഈ സിന്ധു എന്ന് പറയുന്ന ഈ കട ഉടമസ്ഥയെ വിളിക്കുന്നുണ്ട്. ഏത് കട? പൂജാ സാമഗ്രികൾ വിൽക്കുന്ന കടയിലെ ആ സ്ത്രീയെ വിളിക്കുന്നു. അവർ പറഞ്ഞു, ഇങ്ങനെ ഇന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതിന്റെ ഭാഗമായിരിക്കാം എന്ന് പറഞ്ഞ് സിന്ധുവിന്റെ ഒരു ബന്ധുവിനെയൊക്കെ ഈ ആശുപത്രിയിലേക്ക് പറഞ്ഞു വിട്ടു. ആശുപത്രിയിൽ പറഞ്ഞു വിട്ടപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് അടിയന്തരമായ ഒരു ശസ്ത്രക്രിയ വേണം. കാരണം നട്ടലിന് പൊട്ടലുണ്ട്, താടിയലിന്, നല്ല ആന്തരിക അവയവങ്ങൾക്ക് നല്ല ക്ഷതമുണ്ട്. നട്ടലിന് തകരാറ് കാരണം സർജറി ചെയ്താൽ കൂടി ഇദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അപ്പോഴും സിന്ധു ഓടിപ്പോയി പോലീസുകാരോട് പറയുന്നു, ഇയാൾ അടിച്ചിട്ടാണ്, കേസെടുക്കണം. എന്നിട്ട് സിന്ധുവിന്റെ മകനും ഈ പ്രസന്നനെ കാണാൻ പോകുന്നു. 17-ാം തീയതിയാണ്. അതായത് ഈ സംഭവം മർദ്ദനമേറ്റിട്ട് ഏകദേശം ഒരാഴ്ചയായി ഇദ്ദേഹം അബോധാവസ്ഥയിലും സീരിയസ് കണ്ടീഷനിലും വണ്ടാനം ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവിടെ വെച്ച് ഈ പ്രസന്നന്റെ അവസ്ഥ നേരിട്ട് കണ്ട ഈ സിന്ധുവിന്റെ മകനും അവിടെയുള്ള പോലീസിനോട് ആവശ്യപ്പെടുന്നു, ഇത് മൊഴിയെടുക്കണം, മജിസ്ട്രേറ്റിനെ കൊണ്ട് മൊഴിയെടുപ്പിക്കണം, കാരണം ഇയാള് മർദ്ദനമേറ്റതാണ്. എന്നാൽ ഓച്ചിറത്തെ പോലീസുകാരന്മാർ പറഞ്ഞുണ്ടാക്കിയത് എന്താണ്? പോകുന്ന വഴിയിൽ ഏതോ വണ്ടി ഇടിച്ചു, അല്ലെങ്കിൽ ഓടയ്ക്കകത്ത് വീണു, മദ്യപിച്ച് വീണു എന്നൊക്കെയാണ്. അങ്ങനെയൊന്നും അല്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥാപിക്കുന്നു. വണ്ടി ഇടിച്ചിട്ടുണ്ടായ അപകടമല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥാപിക്കുന്നുണ്ട്. എന്നിട്ടും പോലീസ് അനങ്ങിയിട്ടില്ല. ഇനി ആ സിന്ധു എന്ന് പറയുന്ന സ്ത്രീ അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഒരു കട നടത്തുകയാണല്ലോ. ആ കട തല്ലിപ്പൊളിച്ചതിന് കേസെടുത്തു. ആ കട തല്ലിപ്പൊളിച്ചതിനും പോലീസ് FIR ഇട്ടെങ്കിലും ഇതുവരെ ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പ്രസന്നൻ എന്ന് പറയുന്ന ചായക്കട തൊഴിലാളിയായ, കടകളിൽ സഹായിയായി നിന്ന് ഉപജീവനം കഴിക്കുന്ന 53 വയസ്സുള്ള ഒരു നിർധനനെ ഒരു ഷൈലോക്കും അയാളുടെ മകൻ ഗുണ്ട വിഷ്ണുവും ഒരു തിരുമേനിയും ചേർന്ന് ചവിട്ടി കൂട്ടി കൊലപ്പെടുത്തിയിട്ട് ഒരു ചെറുവിരൽ അനക്കാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല. ആ കുറ്റവാളികളെ കയ്യാമം വെച്ച് തുറുങ്കിലടയ്ക്കാൻ പോലീസിന് ആയിട്ടില്ല. അപ്പോഴാണ് വീണ ജോർജിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കേസ് എടുത്ത് മാധ്യമങ്ങളിൽ ഞെളിഞ്ഞു നിൽക്കുന്നത് കേരള പോലീസ്. നാണമില്ലേ പോലീസെ? ഇതാണോ ചെയ്യേണ്ടത്? അശരണർക്ക് നീതി ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകുമ്പോൾ ഒരു ഭരണകൂടം തന്നെയാണ്
വീണുപോകുന്നതെന്ന തിരിച്ചറിവ് ഉണ്ടാകണം. ആ പ്രസന്നന് നീതി ലഭ്യമാക്കണം. അതുപോലെ ആ സിന്ധു എന്ന് പറയുന്ന സ്ത്രീക്കും നീതി ഉറപ്പാക്കാനുള്ള ബാധ്യത ഇവിടുത്തെ സർക്കാരിനുണ്ട്, ഇവിടുത്തെ പോലീസിനുണ്ട്. ആ തിരുമേനി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പേടിക്കുന്നുണ്ടോ, മുട്ടിടിക്കുന്നുണ്ടോ? തിരുമേനിയെ പിടിച്ച് അകത്തിടണം. അയാൾക്ക് എന്തിന്റെ കേടാണ് ഈ പാവങ്ങളെ വന്നടിക്കാൻ? അയാളുടെ പൂജാ കാര്യങ്ങൾ ചെയ്താൽ മതി. ഷൈലോക്കുമാരായ ഈ ശങ്കരനെയും വിഷ്ണുവിനെയും എന്തിന് നിങ്ങൾ സംരക്ഷിക്കണം? അവരുടെ കിമ്പളം പറ്റുന്നെങ്കിൽ അവർക്ക് ഓശാന പാടിയിരിക്കാനാണ് തീരുമാനമെങ്കിൽ നിങ്ങൾ തലയിലെ തൊപ്പിയും കാക്കിയും ഊരി വെച്ചിട്ട് പോകണം. അല്ലാതെ ഇങ്ങനെ ചെയ്യരുത്. ഒരു പാവപ്പെട്ട മനുഷ്യൻ കൊല്ലപ്പെട്ടിട്ട് അതിന് ഒരു അന്വേഷണവുമില്ല, ഒരു വീരശൂര പരാക്രമവും ഇല്ലാതെ ഇരിക്കുകയാണ് ഇങ്ങനെ കാക്കിയിട്ട് പോലീസ് എന്ന ഗമയിൽ. ഓച്ചിറ പോലീസിനെതിരെ ഇഷ്ടം പോലെ ഉണ്ട് പറയാൻ. പറയാതിരിക്കുന്നതാണ് ഭേദമെന്ന് തോന്നുന്നു.